നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷൻസ് ആവും. നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ MSP ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആണ്. MSP മീൻസ് മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. ഈ ഒരു ടോപ്പിക്ക് എസ്പെഷ്യലി പറഞ്ഞ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് എസ്പെഷ്യലി പറഞ്ഞ ഫാമേഴ്സ് ഇൻകം സപ്പോർട്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് MSP എന്ന് പറയുന്നത്. അപ്പോൾ MSP ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ ജൂട്ടിന്റെ ഈ പറഞ്ഞ MSP ഗവൺമെന്റ് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന രീതിയിൽ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ടോപ്പിക്ക് നാഷണൽ ഹെൽത്ത് മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവരുടെ അപ്ഡേറ്റഡ് ഡേറ്റാസ് അവൈലബിൾ ആയിട്ടുണ്ട്. വിച്ച് മീൻസ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ചില സർട്ടൻ ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് വരാൻ പോകുന്ന പ്രിലിംസിന് തീർച്ചയായിട്ടും ആവശ്യമായിട്ട് മാറിയേക്കാം. മെയിൻസിന്റെ പെർസ്പെക്ടീവിൽ നോക്കുമ്പോഴേക്കും നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഹെൽത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് അതെന്ന് ഹിന്ദു ന്യൂസ് പേപ്പറിലല്ല, പകരം നമ്മുടെ ഹിന്ദുവിന്റെ ബിസിനസ് ലൈൻ മാഗസിനിലെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ് ട്രാൻസ്ഫോമിംഗ് ബീഹാർ ത്രൂ അക്വാകൾച്ചർ. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രിലിംസിനും പഠിക്കാനായിട്ടുണ്ട്, അതുപോലെ തന്നെ മെയിൻസിനും പഠിക്കാനുള്ള ഏരിയ. പ്രിലിംസ് എന്ന് പറയുമ്പോഴേക്കും അക്വാകൾച്ചർ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി പറഞ്ഞ പോലെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അഗ്രികൾച്ചർ ആൻഡ് ഇറ്റ്സ് അലൈഡ് സെക്ടേഴ്സ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ ആണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ അഗ്രികൾച്ചർ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിലിംസിന്റെ ആംഗിളിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫിഷറി സെക്ടർ, മറൈൻ അല്ലെങ്കിൽ പറഞ്ഞ ഫിഷറി സെക്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് അവിടുന്ന് പ്രിലിംസിനൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രിലിംസിന്റെ പെർസ്പെക്ടീവ് പഠിക്കണം. അതുപോലെ തന്നെ മെയിൻസിന്റെ റിലേറ്റഡ് ആയിട്ട് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂലും പഠിക്കാനായിട്ടുണ്ട്. ദെൻ ഈ മൂന്ന് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു പ്രിലിംസിന്റെ മോഡൽ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് MSP ആണ്. സെന്റർ അനൗൺസസ് ഹൈക്ക് ഇൻ MSP ഫോർ ജൂട്ട് ബൈ 315 rupees എ ക്വിന്റൽ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ടോപ്പിക്കിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആദ്യം എന്താണ് MSP എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിനുശേഷം ജൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്ടീവിലും കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ശരി, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ MSP എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ കൃഷി ചെയ്യുമ്പോഴേക്കും. ഇപ്പം കൃഷി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഉൽപ്പന്നത്തിന് മാർക്കറ്റിൽ നല്ല രീതിയിൽ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഇതെല്ലാം കൃഷി ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോഴേക്കും ആ ഒരു എന്താ പറയുക ഉൽപാദന ചെലവ് പോലും കിട്ടാത്തൊരു സിറ്റുവേഷൻ പലപ്പോഴും നമ്മുടെ നാട്ടിലെ കർഷകർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ എപ്പോഴും ഒരു ബിലോ പോവർട്ടി ലെവലിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മാറി നമ്മുടെ കർഷകർക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒരുക്കി കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നുള്ള ഒരു ലോജിക്ക് കൊണ്ടുവരുന്നത്. അതായത് എന്തായിക്കോട്ടെ മാർക്കറ്റിലെ വില എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ നോർമലിനേക്കാളും കൂടുതൽ വില ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒബ്വിയസ്ലി കർഷകൻ അത് മാർക്കറ്റിൽ നിന്ന് തന്നെ നല്ലൊരു വില കണ്ടെത്താൻ സാധിക്കും. ബട്ട് ഒരു നോർമലി ശരാശരി ഉണ്ടാകേണ്ട വിലയേക്കാളും താഴേക്കാണ് നിലവിലെ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിന്റെ വില എങ്കിൽ കൃത്യമായിട്ട് ഗവൺമെന്റ് അവിടെ ഇന്റർവ്യൂൻ ചെയ്ത് ഗവൺമെന്റ് അത് പ്രൊക്യൂർ ചെയ്യും. ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് അത് പ്രൊക്യൂർ ചെയ്യും വിത്ത് ദാറ്റ് സെറ്റ് എമൗണ്ട് ഓഫ് MSP. ആ പ്രഖ്യാപിച്ചിരിക്കുന്ന MSP എമൗണ്ടിൽ ഫാർമേഴ്സിന്റെ കയ്യിൽ നേരിട്ട് ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്യും. അങ്ങനെ ഫാർമേഴ്സിന് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലെ കമ്പോണന്റിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി ഇൻകം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ടോപ്പിക് ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, പ്രൈസ് ഗ്യാരണ്ടീഡ് ബൈ ഗവൺമെന്റ് ഫോർ ഫാമേഴ്സ് പ്രൊഡ്യൂസ്. ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല എന്നുള്ള കാര്യം ഓർക്കുക. കടയിൽ നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഈ MSP ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്ന തുകയ്ക്ക് ആ കടക്കാരനെ എടുക്കണം നിർബന്ധമില്ല. ബിക്കോസ് ഇത് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ആരാണ്? ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്യുമ്പോഴാണ് ആ പറയുന്ന തുക നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ എപ്പോഴാണ് MSP നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിഫോർ ദ സോയിങ് ആണ്. ഈ പോയിന്റ് ഒക്കെ പ്രിലിംസിന് ചോദിക്കാവുന്നതാണ്. ആഫ്റ്റർ ദ ഹാർവസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തെറ്റായിട്ട് രീതിയിൽ സ്റ്റേറ്റ്മെന്റ് തരാം. കറക്റ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSP ഇസ് ഡിക്ലെയർഡ് ബിഫോർ ദ സോയിങ് ഓഫ് ദ ക്രോപ്പ് ആണ്, അല്ലെങ്കിൽ ബിഫോർ സോയിങ് സീസൺ ആണ് മുമ്പ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു MSP ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി MSP ആണെങ്കിൽ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്ന ആരുടെ അഡ്വൈസ് മുഖാന്തരം ചോദിച്ചാൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ്, അതാണ് CACP എഴുതിയിരിക്കുന്നത്. ആ ഒരു കമ്മീഷനെ കുറിച്ച് ഞാൻ അടുത്ത സ്ലൈഡിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ശരി, ആ ഒരു കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആണ് ഗവൺമെന്റിലേക്ക് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ റെക്കമെൻഡേഷൻസ് സ്വീകരിച്ചിട്ടാണ് ഗവൺമെന്റ് ഇത് ആ ഒരു MSP പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കാം. നിലവിൽ CACP റെക്കമെൻഡ് ചെയ്യുന്ന MSPs 23 ക്രോപ്പുകൾക്കുണ്ട്. 23 പറയുമ്പോഴേക്കും അതിനകത്ത് ഒരെണ്ണം ഷുഗർ കെയിൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഷുഗർ കെയിന് ഇതേ ലോജിക്ക് തന്നെയാണ്, പക്ഷെ പേര് വേറെ രീതിയിലാണ്. ഫെയർ ആൻഡ് റെമുണറേറ്റീവ് പ്രൈസ് എന്നുള്ള രീതിയിലാണ്, FRP എന്ന രീതിയിലാണ് ഷുഗർ കെയിൻ അറിയപ്പെടുന്നത്. ബട്ട് ലോജിക് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് MSP ആണ്. ഒരു വ്യത്യാസം കൂടി ഇവിടെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ MSP ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ആണ് പ്രൊക്യൂർ ചെയ്യുന്നത്. FRP എന്ന് പറയുമ്പോൾ അവിടെ മിൽ ഓണേഴ്സ് ആണ്, പ്രൈവറ്റ് ഷുഗർ മിൽ ഓണേഴ്സ് ആണ് കർഷകന്റെ കയ്യിൽ നിന്ന് നേരിട്ട് കരിമ്പ് ഷുഗർ കെയിൻ പ്രൊക്യൂർ ചെയ്യുന്നുള്ള കാര്യം ഓർക്കാം. ഓൾ ടുഗദർ പറയുമ്പോഴേക്കും MSP 23 ക്രോപ്പുകൾക്കുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ MSP ഫോർ റെക്കമെൻഡ് ചെയ്യുന്ന 23 ക്രോപ്പുകൾക്ക്, പക്ഷേ ഗവൺമെന്റ് ഇവിടെ ഈ പറഞ്ഞ പോലെ 25ഓളം ക്രോപ്പുകൾക്ക് MSP ഡിക്ലെയർ ചെയ്യുന്നുള്ള കാര്യം ഓർക്കുക. റെക്കമെൻഡേഷൻ കൊടുക്കുന്ന 23 ക്രോപ്പുകൾക്കാണ്, പക്ഷേ നമ്മൾ MSP ആയിട്ട് നിലവിൽ 25ഓളം ക്രോപ്പുകൾക്ക് കൊടുക്കാറുണ്ട്. then ഈ പറഞ്ഞ പോലെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ബാക്കപ്പ്. നിലവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കർഷകരൊക്കെ ആണെങ്കിൽ സർക്കാരിനെതിരായിട്ട് പ്രതിഷേധം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ കർഷകരെ ആവശ്യപ്പെടുന്ന ഒരു പോയിന്റ് MSPക്ക് ലീഗൽ ബാക്കപ്പ് ഒഴുക്കുക എന്നുള്ളതാണ്. ഈ ലീഗൽ ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലവിൽ ഗവൺമെന്റ് പറയുകയാണ് നെല്ലിന് 30 രൂപ വെച്ച് ഞങ്ങൾ
ഞങ്ങൾ പ്രൊക്യൂർ ചെയ്യും എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഈ ലീഗൽ ബാക്കപ്പ് ഇല്ലാത്ത കാരണം ഗവൺമെന്റ് വന്ന് പ്രൊക്യൂർ ചെയ്തില്ലെങ്കിലും നമുക്ക് കേസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതായത് ഈ സംഭവം ഈ പറഞ്ഞ പോലെ മിനിമം ഒരു ഇൻകം ഉണ്ടാക്കി കൊടുക്കാനാണല്ലോ ഫാമേഴ്സിന്. പക്ഷെ എല്ലാ വർഷവും സർക്കാർ ഇത് വന്ന് പ്രൊക്യൂർ ചെയ്യണം നിർബന്ധമില്ല. ലീഗൽ ബാക്കപ്പ് ഇല്ലാത്ത കാരണം ഈ പ്രൊക്യൂർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സർക്കാരിനെതിരെ നമുക്ക് കേസോ കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ടും പറ്റത്തില്ല. അപ്പൊ ലീഗൽ ബാക്കപ്പ് വേണം എന്നുള്ള രീതിയിലുള്ള ആവശ്യമാണ് ഇപ്പോൾ കർഷകരൊക്കെ തന്നെ ഇതിനകത്ത് ഉന്നയിക്കുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ബട്ട് ആ ഒരു പോയിന്റ് ഓർക്കണം. പക്ഷെ ഇതിന് ലീഗൽ ബാക്കപ്പ് ഉള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ FRPക്ക് ഉണ്ട് കേട്ടോ. ആ FRPക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. FRPക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് ഇതിനകത്തുണ്ട്. സോ then ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മൾ ആദ്യം ആ ഒരു MSP ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ക്രോപ്സിനൊക്കെ നോക്കി 23 കമോഡിറ്റീസ്. ഇതിനകത്ത് 17 ഖാരിഫ് ക്രോപ്പുകളും 6 റാബി ക്രോപ്പുമാണ്. വിച്ച് ഇസ് അഗെയിൻ സബ്ഡിവൈഡ് ഇൻടു സിറിയൽസ്, പൾസസ്, ഓയിൽ സീഡ്സ്, കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ ഐറ്റംസിന് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ MSP ഉണ്ടെന്നുള്ള കാര്യം. സീരിയൽസിനകത്ത് പാഡി, വീറ്റ്, മെയ്സ്, ബജ്ര, ജോവർ, റാഗി ആൻഡ് ബാർലി ഇത്രയും ഐറ്റംസിനുണ്ട്. പൾസസിനകത്ത് ചന, ഉറഡ്, മസൂർ, മൂങ് ആൻഡ് ടൂർ എന്നീ ഈ ഒരു 5 കമ്പോണൻസിനും. പിന്നെ ഓയിൽ സീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ക്രോപ്സ്. ആ കൊമേഴ്ഷ്യൽ ക്രോപ്പിനകത്താണ് ഇപ്പൊ നമ്മുടെ ജൂട്ടിന്റെ എക്സാമ്പിൾ വന്നിരിക്കുന്നത്. സോ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആയിട്ട് ഏതൊക്കെയാണുള്ളത്? കോട്ടൺ, ഷുഗർ കെയിൻ, കൊപ്ര ആൻഡ് റോഡ് ജൂട്ട്. ഈ 4 ഐറ്റംസിന് ഈ പറഞ്ഞ പോലെ നമ്മൾ MSP കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം ഓർക്കണം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷുഗർ കെയിൻ നമ്മൾ MSP എന്നുള്ള പേരിലല്ല കൊടുക്കുന്ന, FRP. എന്തുകൊണ്ടാണ് അതിന് വേറെ പേര് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഐറ്റംസിന്റെ കാര്യത്തിൽ തന്നെ പ്രൊക്യൂർമെന്റ് ഗവൺമെന്റ് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഷുഗർ കെയിന്റെ കാര്യത്തിൽ പ്രൈവറ്റ് മിൽ ഓണേഴ്സ് ആയിരിക്കും അത് പ്രൊക്യൂർ ചെയ്യുന്നത്. ദെൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു CACP, കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആണ് ഓരോ വിളകളുടെയും MSP എത്രയായിരിക്കണം എന്നുള്ള കാര്യം നിർണ്ണയിക്കുന്നതും. എന്നിട്ട് അവർ റെക്കമെൻഡ് കൊടുക്കും. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, CCE എന്ന് പറയുന്ന ഈ കമ്മിറ്റിയാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഈ കമ്മിറ്റി പറഞ്ഞ പോലെ ഹെഡ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ എന്നുള്ള കാര്യം ഓർക്കാം. ആ ഒരു കമ്മിറ്റി ആയിരിക്കും പ്രഖ്യാപനം നടന്നത്. ഈ വർഷത്തെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ വാർത്ത കണ്ട പോലെ റോഡ് ജൂട്ടിന് ഇത്ര രൂപ കണ്ട് കൂട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി മുതൽ പുതിയ MSP ഇതാണ്, അല്ലെങ്കിൽ പുതിയൊരു ഐറ്റത്തിന് ഇങ്ങോട്ടേക്ക് MSPയിലേക്ക് ആഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനം എടുക്കുന്ന CCE ആണ്. ബട്ട് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് CACP. ഓക്കെ, ഇത്രയും കാര്യം അറിഞ്ഞിരിക്കാം. ഇനി പറഞ്ഞ പോലെ MSP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? MSP എന്നുള്ള ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 1.5 ടൈംസ് എങ്കിലും ആൾക്ക് MSP ആയിട്ട് കിട്ടണം. അതായത് 100 രൂപ മുതൽ മുടക്കുള്ള ഒരു ക്രോപ്പ് എന്ന് വിചാരിച്ചു. 1 കിലോ അത് ഉത്പാദിപ്പിക്കാനായിട്ട് 100 രൂപ മുതൽ മുടക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ കർഷകൻ അതിനെ ഈ പറഞ്ഞ പോലെ 150 രൂപ കിട്ടിയിരിക്കണം. അതാണ് 1.5 ടൈംസ് എന്ന് ബേസിക്കലി പറയുന്നത്. 150 രൂപ കിട്ടാൻ സാധിക്കണം. ഇവിടെ നമ്മൾ 150 രൂപ എന്ന് പറയുമ്പോഴേക്കും 100 രൂപ അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റും 50 രൂപ അതിന്റെ കർഷകനുള്ള ലാഭവുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് MSP ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് മനസ്സിലാക്കണമല്ലോ. ആ പ്രൊഡക്ഷൻ കോസ്റ്റ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് A2 എന്ന് പറയുന്നത്, വിച്ച് ഇസ് ആക്ച്വൽ പെയ്ഡ് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ്. രണ്ടാമത് A2 പ്ലസ് FL എന്ന് പറയുന്ന മെത്തേഡും മൂന്നാമത് C2 എന്നുള്ള മെത്തേഡുമാണ് ഉള്ളത്. ഇതിനകത്ത് A2 എന്ന് പറയുന്നതാണ് ബേസിക് ആയിട്ടുള്ള കോസ്റ്റ്. ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർഷകന് ഡയറക്ട്ലി വരാൻ സാധിക്കുന്ന ചെലവുകൾ, ലൈക്ക് ഈ പറഞ്ഞ പോലെ സീഡ്സുകൾ വാങ്ങാനായിട്ടുള്ള കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇറിഗേഷൻ കോസ്റ്റ്, ഫെർട്ടിലൈസേഴ്സ്, ഫ്യൂവൽ, ഇങ്ങനെ ഡയറക്ട്ലി കർഷകന് വരാൻ ചാൻസ് ഉള്ള കോസ്റ്റുകൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് A2 എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് കാൽക്കുലേഷൻ. പക്ഷെ നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് അഗ്രികൾച്ചർ എന്ന്. ബിക്കോസ് ഇന്ത്യയിൽ ടു ആൻ എക്സ്റ്റെന്റ് പറയുവാണെങ്കിൽ അഗ്രികൾച്ചർ ബിസിനസ്, ഒരു ഫാമിലി ബിസിനസ് ആണ്. അതായത് ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ പേരൻസ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പറഞ്ഞ പോലെ കുട്ടികളും ആ മേഖലയിലേക്ക് ഇറങ്ങാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ ഒരു ഫാമിലി ബിസിനസ് ആയിട്ടാണ് ഇന്ത്യയിലെ ഭൂരിഭാഗവും അഗ്രികൾച്ചർ മുന്നോട്ട് പോകുന്നത്. നമ്മളിങ്ങനെ ഫാമിലി മെമ്പേഴ്സ് കൃഷി ചെയ്യുമ്പോൾ, ഈ ഫാമിലി മെമ്പേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കൂടെ കണക്കാക്കണം. അതൊരു കോസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കണക്കാക്കണം. അതാണ് A2 പ്ലസ് FL. അതായത് A2 എന്ന് പറയുന്ന ഡയറക്ട് കോസ്റ്റിനോട് ഫാമിലി ലേബറും കൂടെ ആഡ് ചെയ്ത് വരുന്നതിനെയാണ് A2 പ്ലസ് FL എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ CACP, കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ്, MSP കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു A2 പ്ലസ് FL എന്നുള്ള മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C2 മെത്തേഡാണ്. ബിക്കോസ് C2വിനകത്ത് ഈ A2 പ്ലസ് FL-നോട് നമ്മൾ ഈ പറഞ്ഞ പോലെ റെന്റഡ് വാല്യൂ, ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ മേ ബി നമ്മൾ നമ്മുടെ ഭൂമി ഈ പറഞ്ഞ പോലെ റെന്റ് എടുത്തിട്ടായിരിക്കും അവിടെ കൃഷി ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള കോസ്റ്റുകൾ, അതുപോലെ തന്നെ ആ ഫാമിംഗ് മേഖലയിലേക്ക് എന്തെങ്കിലും മെഷീൻസ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ മെഷീൻസിന് പറഞ്ഞാൽ നമ്മൾ മാസം EMI ബാങ്കിലേക്ക് അടയ്ക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കോസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള കോംപ്രഹെൻസീവ്, അതാണ് ഓൾ ടു എല്ലാ തരത്തിലുള്ള കോസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് കോംപ്രഹെൻസീവ് കോസ്റ്റ് ആയിട്ട് C2 ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A2 പ്ലസ് FL മെത്തേഡാണ് പ്രസന്റ് ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അതിന്റെ 1.5 ടൈംസ് ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന പിക്ചർ MS സ്വാമിനാഥനാണ്. അദ്ദേഹം നമ്മുടെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. അദ്ദേഹം റെക്കമെൻഡ് ചെയ്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C2 മെത്തേഡ് ആയിരിക്കണം. MSP കാൽക്കുലേറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ട C2 മെത്തേഡ് ആയിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത്. ബട്ട് അത് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. ഇപ്പോഴും ഗവൺമെന്റ് ഉപയോഗിക്കുന്ന ഏത് മെത്തേഡാണ്? A2 പ്ലസ് FL മെത്തേഡാണെന്നുള്ള കാര്യം ഓർക്കാം. സോ ഇപ്പൊ ഇവിടെ നമ്മൾ കോസ്റ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ A2 ആണ് ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് വരുന്നത്. അതിന് മുകളിലെ കോസ്റ്റ് ആണ് A2 പ്ലസ് FL, അതിന് മുകളിലാണ്
ആണ് C2 എന്ന് പറയുന്നത് ക്വസ്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് C2 എടുക്കാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ MSP ഒരു തരത്തിൽ പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ ഫാർമേഴ്സിന്റെ ഇൻകത്തിനകത്തൊക്കെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതുവഴി അവരുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് MSPക്ക്. പക്ഷേ ഈ MSPയിലൂടെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു ദൂഷ്യഫലം എന്താണ്, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു മാർക്കറ്റ് ഇൻഫ്ലേഷൻസ്. അതായത് ഈ കാർഷിക മേഖലയിലെ വസ്തുക്കൾക്ക് വില കൂടുമല്ലോ. വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ അത് മാർക്കറ്റിൽ ഈ പറഞ്ഞ കൺസ്യൂമേഴ്സിന് വിലക്കയറ്റമായിട്ട് ഇൻഫ്ലേഷനായിട്ട് റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. ഇതാണ് MSPയുടെ ഒരു ഡിസഡ്വാൻറ്റേജ്. വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ MSP ഉള്ള ക്രോപ്പുകൾ അല്ലെങ്കിൽ MSPയിൽ കൂടുതൽ റേറ്റ് കിട്ടുന്ന ക്രോപ്പുകൾ നമ്മൾ കൂടുതൽ കൃഷി ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ അഗ്രികൾച്ചർ ഡൈവേഴ്സിറ്റി, ക്രോപ്പ് ഡൈവേഴ്സിറ്റി എഫക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തരം MSPയിലുള്ള ക്രോപ്പുകളും സർക്കാർ പ്രൊക്യൂർ ചെയ്യാറില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്യുന്ന റൈസും വീറ്റും ഒക്കെയാണ്. ബിക്കോസ് ഇങ്ങനെ ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്യുന്ന FCA ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉപയോഗിച്ചിട്ടാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അവരത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോസസ് ചെയ്തിട്ട് നമ്മുടെ ഫെയർ പ്രൈസ് ഷോപ്പുകളിലൂടെ, റേഷൻ ഷോപ്പുകളിലൂടെ ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫെയർ പ്രൈസ് ഷോപ്പുകളിൽ ആകപ്പാടെ കിട്ടുന്ന ഈ റൈസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീറ്റും മാത്രമൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റംസ് മാത്രമാണ് ഗവൺമെന്റ് കൂടുതൽ എന്ത് ചെയ്യുന്ന FC ഉപയോഗിച്ചിട്ട് പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പൊ ബാക്കി ഈ പറഞ്ഞ പോലെ MSP ഡിക്ലെയർ ചെയ്തിരിക്കുന്ന 10-20ഓളം ക്രോപ്പുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊക്യൂർമെന്റ്, ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് വരാറില്ല. അവിടെ ആരാണ് അത് സ്റ്റിൽ പ്രൊക്യൂർ ചെയ്യുന്നത്? പ്രൈവറ്റ് പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്. ഈ പ്രൊക്യൂർമെന്റിനകത്ത് പ്രൈവറ്റ് പ്ലേയേഴ്സ് വന്നു കഴിയുമ്പോൾ അവർ MSP ഗ്യാരണ്ടി ചെയ്യോ? ഇല്ല. ബിക്കോസ് MSP ഇസ് ബാക്ക്ഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ബാക്ക് പോലില്ല. ഇൻ കേസ് എങ്ങനെ ഗവൺമെന്റ് വന്ന് ബോറോ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ, ഗവൺമെന്റ് വന്നത് എടുത്തില്ല, ആ ക്രോപ്പ് കളക്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്, ഒരുപാട് നല്ല കമ്പോണൻസ് ഉള്ളതാണ് MSP, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഫേസിങ് സെവറൽ ഇഷ്യൂസ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, ദെൻ നമുക്ക് ആ MSPയും FRPയും തമ്മിലുള്ള വ്യത്യാസം കൂടെ അറിഞ്ഞിരിക്കണം. ബിക്കോസ് എവിടെ നിന്നാണ് നമുക്ക് പ്രിലിംസിന് ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. ഉദാഹരണം പറയുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടും സെയിം തന്നെയാണ്. ലൈക്ക് ഈ പറഞ്ഞ പോലെ FRP ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ MSP ആയാലും രണ്ടും റെക്കമെൻഡ് ചെയ്യുന്ന CACP ആണ്. അത് അവരാർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നു. ഇവരാണ് പബ്ലിഷ് ചെയ്യുന്നത്. ആ ടോപ്പിക് ഡിറ്റർമൈൻ ബൈ എന്നുള്ള ടോപ്പിക് രണ്ടുപേർക്കും സെയിം ആണ്. പർച്ചേസറിനകത്താണ് വ്യത്യാസം ഇരിക്കുന്നത്. MSPയുടെ കാര്യത്തിൽ ഈ ക്രോപ്സ് പ്രൊക്യൂർ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അവിടെ FCA ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് പ്രൊക്യൂർ ചെയ്യുന്നത്. FRPയുടെ കാര്യത്തിൽ ഷുഗർ മില്ലുകളാണ്, പ്രൈവറ്റ് ഷുഗർ മില്ലുകളാണ് ഇത് കൂടുതലും പ്രൊക്യൂർ ചെയ്യുന്നത്. ദെൻ ഇവിടെ ഈ പറഞ്ഞ പോലെ MSPയുടെ കാര്യത്തിൽ 22 ക്രോപ്സ് പ്ലസ് ഷുഗർ കെയിൻ ഉണ്ട്. ഇവിടെ സ്പെസിഫിക്കലി ഫോർ ഷുഗർ കെയിൻ ആണ് ഇവിടെ പ്രൊക്യൂർമെന്റ് നടക്കുന്നത്. ദെൻ MSPയുടെ കാര്യത്തിൽ ലീഗൽ ഗ്യാരണ്ടി ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പക്ഷേ FRPയുടെ കാര്യത്തിൽ ലീഗൽ ഒബ്ലിഗേഷൻ ബാക്ക്ഡ് ബൈ ഷുഗർ കൺട്രോൾ ഓർഡർ ഓഫ് 1966 ഉണ്ട്. പ്രൈവറ്റ് കമ്പനീസ് അത് പ്രൊക്യൂർ ചെയ്യണം. ദെൻ ഈ പറഞ്ഞ പോലെ ഇവിടെ വില എന്ന് പറയുന്നത് MSPക്കകത്തെ വില എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു A2+FL മെത്തേഡിന്റെ 1.5 ടൈംസ് എടുക്കും നിലവിൽ. ഇവിടെ ഇങ്ങനെയില്ല. FRPയുടെ കാര്യത്തിൽ കറന്റ് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലെ ലെവൽ നോക്കും. മാർക്കറ്റിലെ ഷുഗറിന്റെ ഈ പറഞ്ഞ പോലെ പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അതിന്റെ FRP ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ഇത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എങ്ങാനും പ്രൈസ് കൊടുത്തില്ല, ഫുഡ് പ്രൊഡക്ട്സ് കളക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ പ്രൈസ് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ MSPയിൽ നമുക്ക് പെനാൽറ്റീസ് ഒന്നും ഈടാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അതിന് സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് ഇല്ലാത്ത കാരണം. പക്ഷേ FRPയിൽ നമുക്ക് പെനാൽറ്റീസ് ഈടാക്കാം. ഈവൻ ഈ പറഞ്ഞ മിൽ ഓണേഴ്സ് പെനാൽറ്റീസും കാര്യങ്ങളും വരും. ബിക്കോസ് ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് ഉള്ളത് കൊണ്ടിട്ടാണ് പെനാൽറ്റി ഒക്കെ തന്നെ നമുക്ക് ഈടാക്കാൻ സാധിക്കുന്നത്. ഇതുകൊണ്ടിട്ടാണ് കർഷകരൊക്കെ നിലവിൽ ഈ പറഞ്ഞ പോലെ ഈ MSPക്കും ലീഗൽ ബാക്കപ്പ് വേണം എന്നുള്ള കാര്യത്തിലേക്ക് ഈ പറഞ്ഞ പോലെ സർക്കാരിലേക്ക് എന്താ പറയാ സർക്കാരിനോട് പറയുന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ പിന്നെ നമ്മൾ ലാസ്റ്റ് കാണാൻ പോകുന്ന ഒരു കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് ആണ് CACP. ഇവരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ CACP ഇസ് ആൻ അറ്റാച്ച്ഡ് ഓഫീസ് അണ്ടർ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാം വെൽഫെയർ. അഗ്രികൾച്ചർ ആൻഡ് ഫാം വെൽഫെയറിന് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു മിനിസ്ട്രി, ഒരു അറ്റാച്ച്ഡ് ഓഫീസാണ് കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഫോം ഇൻ 1965, 1965 ഇവ ഫോം ചെയ്ത്. ഇറ്റ് കംപ്രൈസ് ചെയർമാൻ, ഒരു ചെയർമാൻ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അതുപോലെ മെമ്പർ സെക്രട്ടറി, 1 മെമ്പർ, ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മെമ്പർ ഉണ്ടാവും, 2 മെമ്പേഴ്സ് നോൺ ഒഫീഷ്യൽ ഉണ്ടാവും. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആർ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഫാമിംഗ് കമ്മ്യൂണിറ്റി. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇത്രയും പോയിന്റ് ഓർത്തിരിക്കുക. ഈ കമ്മീഷനകത്ത് ഫാമിംഗ് കമ്മ്യൂണിറ്റീസിന്റെയും അംഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഗവൺമെന്റ് ഓഫീഷ്യൽസ് മാത്രമല്ല, ഫാമിംഗ് കമ്മ്യൂണിറ്റീസും അംഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ MSP ഡിക്ലെയർ ചെയ്യുന്ന ഇതിനൊക്കെ മാത്രമാണ് ഖാരിഫിനും റാബി ക്രോപ്സിനും ആണ് പ്രധാനമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ആൻഡ് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഇവർ ഈ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് റെക്കമെൻഡേഷൻ നമ്മുടെ കമ്മിറ്റി ഓൺ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് CCEക്കാണ് കൊടുക്കുന്നത് റെക്കമെൻഡേഷൻ. ഈ റെക്കമെൻഡേഷൻ എന്നല്ല, നോട്ട് ബൈൻഡിങ് അല്ല. ഓക്കെ, വിച്ച് മീൻസ് ഈ പറഞ്ഞ പോലെ ഈ കമ്മീഷൻ CACP പറഞ്ഞ പോലെ നാളെ പറയുകയാണ് നെല്ലിന് ഇനി മുതൽ 100 രൂപയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 1 കിലോയ്ക്ക് 100 രൂപയാക്കണം എന്ന് പറഞ്ഞ റെക്കമെൻഡേഷൻ കൊടുത്തു. ഈ 100 രൂപയാക്കണം എന്ന് CCEക്ക് ഒരു നിർബന്ധമില്ല. അവർ ഈ പറഞ്ഞ വേണമെങ്കിൽ മാത്രമേ പരിശോധിച്ചിട്ട് അത് ചെയ്യുള്ളൂ. ഇല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ റേറ്റ് ആയിരിക്കും അവർ ഡിക്ലെയർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നോട്ട് ബൈൻഡിങ് ആണ്. ബൈൻഡിങ് ആയിരുന്നു എങ്കിൽ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും CCEക്ക് കേൾക്കേണ്ടതായിട്ട് വന്നേനെ. ഇവിടെ അത് നോൺ ബൈൻഡിങ് ആണെന്നുള്ള കാര്യം
കൃത്യമായിട്ടൊന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ ജൂട്ടിന്റെ കൂടെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. സോ ജൂട്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിന്റെ കൾട്ടിവേഷൻ രീതികളും ടെമ്പറേച്ചർ അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് കൂടുതലും പ്രിലിംസിന് ആവശ്യമായിട്ടുള്ളത്. സോ ജൂട്ടിന്റെ ഈ പറഞ്ഞ ഇവിടെ നമ്മൾ ജൂട്ടിന്റെ MSP ആണ് ഇൻക്രീസ് ചെയ്യുന്ന വാർത്ത വന്നത്. അതുകൊണ്ടാണ് ജൂട്ടിന്റെ കാര്യം നോക്കുന്നത്. ജൂട്ടിന്റെ ഐഡിയൽ ടെമ്പറേച്ചർ കൾട്ടിവേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ 25 to 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. റെയിൻഫോൾ എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 150 to 250 സെന്റിമീറ്റർ റെയിൻഫോൾ ആണ്. സോയിൽ ടൈപ്പ് വേണ്ടത് വെൽ ഡ്രെയിൻഡ് അലൂവിയൽ സോയിൽസ് ആണ് കൂടുതലും വേണ്ടതുള്ള കാര്യം ഓർത്തിരിക്കും. ദെൻ ഇന്ത്യ ഇസ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ഫോളോഡ് ബൈ ബംഗ്ലാദേശ് ആൻഡ് ചൈനയാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യ ഇസ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട് ആണ്, ഫോളോഡ് ബൈ ബംഗ്ലാദേശ് ആൻഡ് ചൈനയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഇനി ഈ പറഞ്ഞ രീതിയിൽ ജൂട്ടിന്റെ കൾട്ടിവേഷൻ പറയുവാണെങ്കിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് ജൂട്ട് കൃഷി ചെയ്യപ്പെടുന്നത്. വെസ്റ്റ് ബംഗാൾ, ആസാം ആൻഡ് ബീഹാർ ആണ് അക്കൗണ്ടിങ് ഫോർ 99% ഓഫ് ഇന്ത്യസ് ഈ പറഞ്ഞ പോലെ ജൂട്ട് പ്രൊഡക്ഷൻ. ഇനി പറഞ്ഞ ഇറ്റ് മെയിൻലി കോൺസെൻട്രേറ്റ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ. ഈ സംസ്ഥാനങ്ങൾ നോക്കുവാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, ആസാം, ബീഹാർ ഒക്കെ നോക്കുവാണെങ്കിൽ കൂടുതലും ഈസ്റ്റേൺ പ്രദേശങ്ങളിലേക്ക് വരുന്നതാണ് ഇന്ത്യയുടെ. ഇവിടെ കൂടുതലും ഇങ്ങനെ വരാൻ കാരണം വരുന്നതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു വെൽ ഡ്രെയിൻഡ് അലൂവിയൽ സോയിൽ വേണം. സോ റിച്ച് അലൂവിയൽ സോയിലിന്റെ പ്രസൻസ് ഗംഗാ, ബ്രഹ്മപുത്ര ഡെൽറ്റയുടെ ഈ പറഞ്ഞ പോലെ ചേർന്നുണ്ടാകുന്ന റിച്ച് അലൂവിയൽ സോയിലിന്റെ പ്രസൻസ് ഉള്ള കാരണമാണ് ഈ സംസ്ഥാനങ്ങളിലായിട്ട് കൂടുതലും നമ്മുടെ ജൂട്ട് കൃഷി ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ഇതാണ് ഗ്രാഫ് കാണിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കൂടുതലായിട്ടും ജൂട്ട് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശിലാണ്. ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാളും ബീഹാറും ആസാമും ആണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. Then moving on to second topic, National Health Mission has curbed several public health concerns, says Centers report എന്നുള്ള ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻലി നോക്കാനായിട്ട് പോകുന്ന ആ ഒരു നാഷണൽ ഹെൽത്ത് മിഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റീവ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്, aimed at providing accessible, affordable and quality healthcare services. Okay, അപ്പൊ ഇത് ഹെൽത്ത് സെക്യൂരിറ്റി ആണ് മീറ്റ് ചെയ്യുക. ഹെൽത്ത് സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ആക്സസിബിൾ ആയിരിക്കണം ഹെൽത്ത് ഫെസിലിറ്റീസ്, അതുപോലെ അഫോർഡബിളും ആയിരിക്കണം, അതുപോലെ ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസും നമുക്ക് എല്ലാവർക്കും കിട്ടാൻ സാധിക്കണം. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ക്വാളിറ്റി ഹെൽത്ത് കെയർ കൊടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഹെൽത്ത് സെക്യൂർഡ് ആണ് എന്ന് ബേസിക്കലി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. എസ്പെഷ്യലി ദോസ് റിസൈഡിങ് ഇൻ റൂറൽ ആൻഡ് റിമോട്ട് ഏരിയാസിലുള്ള ആളുകൾക്കാണ് കൂടുതൽ ആവശ്യമുള്ളത്. ഓക്കെ, ബിക്കോസ് അവരുടെ ഇൻകം ലെവൽ നോർമലി താഴെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഇന്റർവെൻഷൻസ് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമാണ്. സോ അതിന്റെ ഭാഗമായിട്ട് 2005 ഗവൺമെന്റ് നാഷണൽ ഹെൽത്ത് മിഷനെ ഈ പറഞ്ഞ പോലെ രൂപീകരിച്ചെന്നുള്ള കാര്യം നോക്കുക. ഫോർ അഡ്രസ്സിംഗ് വേരിയസ് ഹെൽത്ത് കെയർ ചലഞ്ചസ് ആൻഡ് ഇംപ്രൂവിംഗ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് അക്രോസ് ദ കൺട്രി. ഒരുപാട് ഹെൽത്ത് കെയർ മേഖലയിൽ ചലഞ്ചസും മറ്റീ പറഞ്ഞ പോലെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, ഉദാഹരണം പറയുകയാണെങ്കിൽ മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മൊർട്ടാലിറ്റി റേറ്റ്, ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സിൽ ഇംപ്രൂവ്മെന്റും കൊണ്ടുവരാനായിട്ടാണ് നാഷണൽ ഹെൽത്ത് മിഷനെ ഗവൺമെന്റ് 2005 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ള കാര്യം ഓർക്കാം. ദെൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഈ ഒബ്ജക്റ്റീവ്സ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രിലിംസിന് ചോദിക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ്. അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റീവ്സ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു പുതിയൊരു ഒരു സ്കീമിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുമ്പോഴേക്കും, നാഷണൽ ഹെൽത്ത് മിഷൻ റൺ ചെയ്യുന്ന എന്തെങ്കിലും സ്കീമിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഈ ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും മെയിനിലൂടെ നമുക്ക് അതിനകത്തോട് കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ പോയിന്റ് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആക്സസ് ആയിരിക്കണം. എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ ഹെൽത്ത് കെയർ ആക്സസ് കിട്ടിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് ആക്സസിബിളും ആയിരിക്കണം, അതേപോലെ തന്നെ അഫോർഡബിളും ആയിട്ടുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ് ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പോൾ യൂണിവേഴ്സൽ ആയിട്ട് ഹെൽത്ത് കെയർ ആക്സസ് ഉണ്ടായിരിക്കണം. ദെൻ ഇംപ്രൂവിംഗ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ നാട്ടിലെ ഹെൽത്ത് മേഖലയിലെ ഏറ്റവും വലിയ പോരായ്മയാണ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ വളരെ വളരെ പൂറാണ്. എല്ലായിടങ്ങളിലും ആശുപത്രികൾ ഉണ്ടാവില്ല. ഇനി ആശുപത്രികൾ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റിനുള്ള സൗകര്യങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഒക്കെ തന്നെ ഫെസിലിറ്റീസ്, പ്രോപ്പർ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ എക്യുപ്മെന്റുകൾ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഇഷ്യൂസ് സ്റ്റിൽ ഉണ്ട്. സോ അതൊക്കെ ഇംപ്രൂവ് ആക്കുക. ദെൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, കൂടുതൽ ഈ മേഖലയിലേക്ക് ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങൾ നടത്തുക, മതിയായ രീതിയിൽ ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. WHO കണക്ക് പറയുമ്പോഴേക്കും 10,000 രോഗികൾക്ക് ഒരു ഡോക്ടർ കൃത്യമായിട്ട് വേണമെന്നുള്ളതാണ്. ഇന്ത്യയിൽ അതൊന്നുമല്ല. ഇന്ത്യയിൽ ഏകദേശം അതിനും വളരെ മുകളിലേക്കാണ് ഇന്ത്യയിലെ ഒരു ഡോക്ടർ ടു പേഷ്യന്റ് റേഷ്യോ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കൊണ്ടുവരിക, കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിന് ഈ മേഖലയിൽ കൊണ്ടുവരിക. പിന്നെ ഈ പറഞ്ഞ പ്രിവന്റീവ് ഹെൽത്ത് കെയറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നിലവിൽ നമ്മൾ നേരത്തെ DNA ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ക്യൂറേറ്റീവ് കെയറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വിച്ച് മീൻസ് അസുഖം വന്നിട്ട് ചികിത്സിക്കാനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അസുഖം വരാതെ ഇരിക്കാനായിട്ട്, വരാതെ സൂക്ഷിക്കാനായിട്ടുള്ള, ശ്രദ്ധിക്കാനായിട്ടുള്ള മെത്തഡോളജി പ്രിവന്റീവ് ഹെൽത്ത് കെയറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ പ്രൊമോഷൻ ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, കുട്ടിയുടെയും അമ്മമാരുടെയും ഈ പറഞ്ഞ പോലെ ആരോഗ്യം സംരക്ഷിക്കുക. ദെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കൺട്രോള്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മേഖലകളിലാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ നിലവിൽ പറയപ്പെടുന്നത്. സോ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നിലവിൽ വന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് 5 ബന്ധപ്പെട്ടാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സ് പ്രകാരം നേരിട്ട് നമ്മൾ ഒരുപാടധികം ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിൽ ഇംപ്രൂവ്മെന്റ് കാഴ്ചവെച്ചിട്ടുണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ മറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് വാസ് 1990 83% മാതൃമരണ നിരക്ക് എന്ന് പറയുമ്പോഴേക്കും. സോ അത് 83% നിലവിൽ അത് വെറും ഈ പറഞ്ഞ പോലെ നമുക്കത് ഗ്ലോബലി ആ ടൈമിൽ വെച്ച് ഈ പറഞ്ഞ പോലെ 1990 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 83% ഉണ്ടായിരുന്നു. ഗ്ലോബലി അത് 45%. ഗ്ലോബൽ ഡിക്ലൈൻ ഓഫ്
45% ആണ്. സോറി, ഡിക്ലൈൻ ആണ് കേട്ടോ. ഈ പറഞ്ഞ 1990 തൊട്ടിട്ട് ഏകദേശം മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇന്ത്യയിൽ ഈ പറഞ്ഞ നിലവിൽ പറയുവാണെങ്കിൽ 83% ഡിക്ലൈൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കമ്പയർ ടു 1990 സ്റ്റിൽ വരെ നോക്കുവാണെങ്കിൽ 83% നമുക്ക് ഡിക്ലൈൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ ഗ്ലോബൽ ഡിക്ലൈൻ എന്ന് പറയുന്നത് വെറും 45% മാത്രമായിരുന്നു. അപ്പൊ ഇന്ത്യക്ക് ഗ്ലോബൽ ലെവലിനേക്കാളും മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റുകളിൽ കുറേയും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു അച്ചീവ്മെന്റ് നടത്താൻ സാധിച്ചു എന്നുള്ളതും വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതേ സ്ഥാനത്ത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിലാണെങ്കിലും ഫോളൻ ഫ്രം 39 per 1000 ലൈബേഴ്സ് ഇൻ 2014 ടു 28 in 2020. 2014 കാലഘട്ടത്തിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക് എന്ന് പറയുന്നത് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 39 കുട്ടികളായിരുന്നു മരണമടഞ്ഞുകൊണ്ടിരുന്നത് 2014. ഇത് നിലവിൽ ഈ പറഞ്ഞ 2020 ആയി കഴിഞ്ഞപ്പോഴേക്കും 28 നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതും നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് പറയേണ്ടതാണ്. അതേപോലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2015 കാലത്ത് 2.3 ആയിരുന്നു. വിച്ച് മീൻസ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുമ്പോഴേക്കും ഇത് നമ്മുടെ ഇവിടുത്തെ ജനനം നിരക്കിനെ കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. 2.3 ആയിരുന്നു 2015. 2020 ആയപ്പോൾ ഇത് വെറും 2.0 എത്തി നിൽക്കുകയാണ്. വിച്ച് മീൻസ് നമ്മൾ റീപ്ലേസ്മെന്റ് ലെവലിനും താഴത്തേക്കാണ്. 2.2 ആണ് നമുക്ക് റീപ്ലേസ്മെന്റ് ലെവലായിട്ട് നിലവിൽ പറയുന്നത്. ആ ഒരു റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ജനന നിരക്കും മരണ നിരക്കും ഈ പറഞ്ഞ തുല്യമായിട്ട്, മീൻസ് ഈ പറഞ്ഞ പോലെ പോപ്പുലേഷൻ വലിയ കൂടുതൽ കൂടുന്നുമില്ല കുറയുന്നുമില്ല, ആ റേറ്റ് പോകുന്നു. അപ്പൊ നമുക്ക് ആ റീപ്ലേസ്മെന്റ് ലെവലിനേക്കാളും താഴെയാണ് നിലവിൽ നമ്മുടെ ഒരു ഫെർട്ടിലിറ്റി റേറ്റ്. വിച്ച് മീൻസ് നമ്മൾ കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പോപ്പുലേഷൻ സ്റ്റേബിൾ ആകാനായിട്ടുള്ള ഒരു ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് മേഖലയിലെ ഇൻഡിക്കേറ്റേഴ്സിൽ ഇന്ത്യക്ക് അച്ചീവ്മെന്റുകൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സുകൾ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതും നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ ഇത്രയും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ചലഞ്ചസ് നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ നേരിടുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നമുക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ് വേണ്ടതാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ പറഞ്ഞ മതിയായ ചികിത്സ നമുക്ക് ട്രീറ്റ്മെന്റുകൾ കിട്ടാൻ പാകത്തുള്ള ആശുപത്രികൾ വളരെ വളരെ കുറവാണ്. ഇപ്പോഴും നമ്മൾ കൂടുതലും ആശ്രയിക്കുന്ന ആരെ തന്നെയാണ്? പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസിനെയാണ്. ഇവിടങ്ങളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുവാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആവശ്യത്തിന് മതിയായ രീതിയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനുള്ള ഡോക്ടേഴ്സിനെ ആയാലും അല്ലെങ്കിൽ നഴ്സുമാരെയൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നില്ല. ഇനി അവരെ അപ്പോയിന്റ് ചെയ്താലും പ്രോപ്പറായിട്ട് അവർക്ക് ട്രെയിനിങ്സും കാര്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ളതും ഒരു ഇഷ്യൂ തന്നെയാണ്. പിന്നെ ഹെൽത്ത് ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ NHMന്റെ ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നല്ലോ, ആക്സസിബിളും അഫോർഡബിളും ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ബെറ്റർ ക്വാളിറ്റി ഹെൽത്ത് കെയർ ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ അഫോർഡബിൾ ആയിട്ട് കൊടുക്കുന്ന പറയുമ്പോഴേക്കും മരുന്നുകളൊക്കെ നമുക്ക് ഒരുപാട് സബ്സിഡൈസ് നിരക്കിലൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ നാഷണൽ ഹെൽത്ത് മിഷൻ ആണെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് ഫണ്ട് ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു ലിമിറ്റേഷൻ നിലവിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്വാളിറ്റി ഓഫ് കെയർ, ഇത്തരത്തിൽ ഈ ഫണ്ടിങ്ങിന്റെ അപര്യാപ്തതയും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ വളരെ വളരെ ലോ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർ പേഷ്യന്റ് റേഷ്യോയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ അപ്രോക്സിമേറ്റ്ലി 10,000 പേഷ്യൻസിന് ഒരു ഡോക്ടർ എന്ന നിലയിലാണ്. WHO ഒക്കെ കണക്ക് പ്രകാരം 1000 പേഷ്യൻസിന് ഒരു ഡോക്ടർ ആയിരിക്കണം. അപ്പൊ എത്രത്തോളം മീൻസ് ക്രൗഡഡ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ സെക്ടർ എന്നുള്ള കാര്യം നമുക്ക് ആ ഒരു റേഷ്യോയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചസ് നാഷണൽ ഹെൽത്ത് മിഷൻ നേരിടുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. സോ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. എന്നാൽ ലാസ്റ്റ് ടോപ്പിക്കാണ് ട്രാൻസ്ഫോമിംഗ് ബീഹാർ ത്രൂ അക്വാകൾച്ചർ. ഇപ്പൊ ഇവിടെ നമ്മൾ മെയിൻലി നോക്കാനായിട്ട് പോകുന്ന അക്വാകൾച്ചറിനെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞ എങ്ങനെയാണ് അക്വാകൾച്ചറിലുള്ള ബീഹാറിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെറിയ ഡേറ്റാസ് പഠിച്ചിരിക്കണം. ഇന്ത്യയുടെ അക്വാകൾച്ചർ ഫിഷറി സെക്ടർ എന്ന് പറയുന്നത്, അതായത് ഇതിനെ ഒറ്റ വാക്കിൽ പറയുന്ന അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സിനകത്ത് ഒരു സെക്ടറാണ് അക്വാകൾച്ചർ അല്ലെങ്കിൽ ഫിഷറി സെക്ടർ എന്ന് പറയുന്നത്. സോ ഈ ഫിഷറി സെക്ടറിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അത് ഒരു സൺറൈസ് സെക്ടറാണ്. അപ്പൊ ഏത് മേഖലയാണ് നമ്മൾ സൺറൈസ് സെക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത്? മീനിങ് വേറൊന്നുമില്ല, അതിനി ഭാവിയിൽ ഒരുപാട് ഉയർച്ച കൈവരിക്കാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണ്. അതുകൊണ്ടാണ് അവയെ സൺറൈസ് സെക്ടർ എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡൊമസ്റ്റിക്കലിയും ഇന്റർനാഷണൽ ലെവലിലും ഡിമാൻഡ് ഫോർ ഫിഷ് ഇൻക്രീസ് ആകുന്നതാണ് നിലവിൽ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും അക്വാകൾച്ചർ ഫിഷറി സെക്ടറൊക്കെ ഉയരാനായിട്ടുള്ള ഒരു പ്രധാന കാര്യം. ബിക്കോസ് എസ്പെഷ്യലി നമുക്ക് അതിനൊരു നാച്ചുറൽ അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു സീ കോസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ വെസ്റ്റേൺ കോസ്റ്റിലൊക്കെ ആയിട്ട് നല്ലൊരു ലെങ്ത് ഈ പറഞ്ഞ പോലെ മാരിടൈം കോസ്റ്റ് ആണെങ്കിലുണ്ട്. അതുപോലെ ഇൻലാൻഡ് വാട്ടറിന്റെ നല്ലൊരു സൗകര്യമുണ്ട്. ഒരുപാട് നദികളും കായലുകളും ഒക്കെ ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് ബോത്ത് മറൈൻ ഫിഷറി സെക്ടറും അതുപോലെ ഇൻലാൻഡ് ഫിഷറി സെക്ടറിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് കൈവരിക്കാനായിട്ട് സാധിച്ചത്. ദെൻ ഈ ഒരു സെക്ടറിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇറ്റ് എംപ്ലോയ്സ് അപ്രോക്സിമേറ്റ്ലി 28 മില്യൺ പീപ്പിൾ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി. 28 മില്യൺ ആളുകളെ ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും നമ്മൾ ഈ മേഖലയിൽ എംപ്ലോയ് ചെയ്യുന്നുള്ള കാര്യം നോക്കുക. ആൻഡ് കോൺട്രിബ്യൂട്ട് 1.1% ടു ദ എക്കണോമി. നമ്മുടെ GDP-യിലേക്ക് 1.1% കോൺട്രിബ്യൂഷൻ വരുന്നത് ഈ ഒരു അക്വാകൾച്ചർ ആൻഡ് ഫിഷറി സെക്ടറിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരുപാടധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയും കൂടിയാണ്. ടു ജനറേറ്റ് ലൈവ്ലിഹുഡ് ആയാലും കൂടുതൽ പേർക്ക് ജോലി കൊടുക്കാനായിട്ടാണെങ്കിലും എസ്പെഷ്യലി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ റൂറൽ ഏരിയാസിൽ ഉള്ള ആളുകളായിരിക്കും. അപ്പൊ അവിടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ അവരുടെ ഇൻകം ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടൊക്കെ തന്നെ സഹായിക്കുന്ന ഒരു സെക്ടർ കൂടിയാണ് ഈ ഒരു
ഫിഷറി സെക്ടർ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ബേസിക് ഡാറ്റ ഫോർ പ്രിലിംസ് എന്ന് പറഞ്ഞിരിക്കണം. ഫിഷ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തേർഡ് ലാർജസ്റ്റ് ഫിഷ് പ്രൊഡ്യൂസിംഗ് നേഷൻ ആണ്. ഇന്ത്യ വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് ഫിഷ് പ്രൊഡ്യൂസിംഗ് നേഷൻ ആണ്. കോൺട്രിബ്യൂട്ടിംഗ് 7.56% ടു ഗ്ലോബൽ ഫുഡ് പ്രൊഡക്ഷൻ. ഗ്ലോബൽ ഫുഡ് പ്രൊഡക്ഷനിലേക്ക് ഇന്ത്യയിൽ നിന്നും ഈ പറഞ്ഞ പോലെ 7.56% എത്തുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ആൻഡ് ഈ പറഞ്ഞ പോലെ അഡീഷണലി ഇറ്റ് സ്റ്റാൻഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് ഫിഷ് പ്രൊഡ്യൂസർ ഗ്ലോബലി. ഓക്കെ, തേർഡ് ലാർജസ്റ്റ് ഫിഷ് പ്രൊഡ്യൂസിംഗ് നേഷൻ ആണ്. അതോടൊപ്പം ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫിഷ് പ്രൊഡ്യൂസർ ഗ്ലോബലി ആണ്, ട്രെയിലിംഗ് only to China. Okay, ചൈനയാണ് ഇന്ത്യയുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യം ഓർക്കുക, താങ്ക്സ് ടു thriving aquaculture sector. So with fish being a dietary staple across many Indian states, approximately 60% of population includes in their meals. ഇതാണ് അതിന്റെ ഒരു ഗ്രോത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. 60% ഇന്ത്യക്കാരും അവരുടെ മീൽസിൽ, ഡെയിലി മീൽസിൽ ഫിഷ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് ഈ പറഞ്ഞ പോലെ വളരെയധികം ഗ്രോത്ത് ഈ പറഞ്ഞ പോലെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു മേഖല കൂടിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർക്കണം, ബിക്കോസ് ഇത് പ്രിലിംസിൽ നമുക്ക് കൂടുതൽ ആവശ്യമായിട്ട് മാറിയേക്കാവുന്ന പോയിന്റ് കൂടിയാണ്. ഇനി അതേ സ്ഥാനത്ത് ഒരെണ്ണം കൂടെ പറയാം, നമ്മൾ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഒരു കണക്ക് കൂടെ നോക്കിയില്ല. സ്റ്റേറ്റ് വൈസ് പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ സംസ്ഥാനം നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. അതിനുശേഷം ഈ പറഞ്ഞ വെസ്റ്റ് ബംഗാൾ വരും. അങ്ങനെയാണ് അതിന്റെ ടോപ്പ് 3. തേർഡ് പൊസിഷൻ ഗുജറാത്ത് ആണ് നിൽക്കുന്നത്. അപ്പം ടോപ്പ് ഫിഷ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ്, പിന്നെ വെസ്റ്റ് ബംഗാൾ, ദെൻ ഗുജറാത്ത് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബീഹാർ ഒക്കെ വരുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ഇന്നത്തെ വാർത്ത വന്നിരിക്കുക ബീഹാറിന്റെ കാര്യം വരുന്നത്. സോ ബീഹാറിന്റെ കാര്യത്തിൽ ഈ മേഖലയിൽ ഒരുപാടധികം ഈ പറഞ്ഞ പോലെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ബിക്കോസ് ഈ മേഖലയിൽ ഇപ്പോൾ നല്ലൊരു ശതമാനം തന്നെ പറയുവാണെങ്കിൽ ആളുകളുടെ ഉപജീവന മാർഗ്ഗം ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു അക്വാകൾച്ചർ രീതി തന്നെയാണ്. സോ ബീഹാർ ഹാസ് അബൻഡന്റ് വാട്ടർ റിസോഴ്സസ് ആൻഡ് ലോങ് ട്രഡീഷൻ ഓഫ് ഫിഷ് കൺസംഷൻ. ആ ഒരു സംസ്ഥാനത്ത് ഫിഷിന്റെ നല്ല രീതിയിലുള്ള കൺസംഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയ്ക്ക് ഒരുപാട് വളരാനായിട്ടുള്ള ഒരു സാധ്യതയും അവിടെയുണ്ട്. സോ ഇൻ ജസ്റ്റ് 4 years, 4 വർഷത്തെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ ബീഹാറിലെ ഫിഷ് പ്രൊഡക്ഷൻ വളർന്നത് മോർ ദാൻ 40% ആണ്. 4 വർഷം മുമ്പും ഇന്നത്തെ അവസ്ഥ കമ്പയർ ചെയ്യുമ്പോഴേക്കും ബീഹാറിലെ ഫിഷ് പ്രൊഡക്ഷൻ വളർന്നത് 40% ആണെന്നുള്ള കാര്യം നോക്കുക. റൈസിംഗ് ഫ്രം 0.6 million tons in 2018-19 to 0.85 million tons in 2022-23 ആണ്. ഇവരുടെ ഔട്ട്പുട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2018-19 കാലഘട്ടത്തിൽ ബീഹാറിലെ ഫിഷ് പ്രൊഡക്ഷൻ 0.6 million tons ആയിരുന്നത് ഇപ്പം നിന്ന് നിൽക്കുന്നത് 0.85 million tonsലേക്കാണ്. ആൻഡ് ദസ് ഇൻക്രീസ്ഡ് ഫിഷ് പ്രൊഡക്ഷൻ എന്തുകൊണ്ടാണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കൺസംഷൻ പാറ്റേൺ കൂടെ അതിന് വലിയൊരു ഘടകം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും വളർച്ച ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ സെൽഫ് സഫിഷ്യന്റ് ആയി മാറാനായിട്ട് സാധിച്ചിട്ടില്ല. സെൽഫ് സഫിഷ്യന്റ് ആയി മാറാൻ സാധിച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ആ ബീഹാറിന് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഷോർട്ടേജ് ഓഫ് ക്വാളിറ്റി ഫിഷ് സീഡ്സ്. ഓക്കെ, അതായത് ആവശ്യത്തിന് ഈ പറഞ്ഞ പോലെ മീൻ കുഞ്ഞുങ്ങൾ, അതാണ് ഫിഷ് സീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കമ്പോണന്റ് കിട്ടുന്നില്ല. അപ്പം ഇത്രത്തോളം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സംസ്ഥാനമാണ്. ബട്ട് അതുപോലെ തന്നെ 4th ലാർജസ്റ്റ് ഇൻലാൻഡ് ഫിഷ് പ്രൊഡ്യൂസർ എന്ന കൺട്രി കൂടിയാണ്. പക്ഷേ ഇത്രയും പ്രൊഡക്ഷൻ ഇത്രയ്ക്കുള്ള രാജ്യത്ത് ഇത്രയും പ്രൊഡക്ഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് ഇറ്റ് പ്രൊഡ്യൂസസ് ലെസ് ദാൻ 1% ഓഫ് ദ കൺട്രീസ് ഫിഷ് സീഡ്സ് ആൻഡ് ഡിപ്പെൻഡ്സ് ഹെവിലി ഓൺ അതർ സ്റ്റേറ്റ്സ് ഫോർ സപ്ലൈ. അതായത് ബീഹാറിൽ ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, ഫിഷ് ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ അവിടെ വേണ്ടുന്ന ഫിഷിന്റെ ഈ പറഞ്ഞ പോലെ ഫിഷ് സീഡ്സ് അല്ലെങ്കിൽ ഫിഷ് സാപ്ലിങ്സിന് ഈ പറഞ്ഞ പോലെ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഈ പറഞ്ഞ പോലെ ആകെപ്പാടെ 1% മാത്രമേ അവർ അവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി 99% അങ്ങടേക്കുള്ള ഈ പറഞ്ഞ പോലെ മത്സ്യക്കുഞ്ഞുങ്ങളെ അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ആ മേഖലയും കൂടെ സെൽഫ് സഫിഷ്യന്റ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു കംപ്ലീറ്റ്ലി ഒരു പൊട്ടൻഷ്യൽ ഈ പറഞ്ഞ പോലെ ബീഹാറിനാണെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ലോക്കൽ ഗവൺമെന്റ് ആണെങ്കിലും എസ്പെഷ്യലി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇത് ബീഹാറിന്റെ മാത്രം ഒരു കാര്യമല്ല, ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ഈ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാവുന്നതാണ്. ബിക്കോസ് നമുക്കിനി അങ്ങോട്ടേക്ക് വളരാൻ സാധിക്കുന്ന, അതായത് അഗ്രികൾച്ചർ ഏറ്റവും വലിയ പ്രശ്നമാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്, അല്ലെങ്കിൽ അവിടുത്തെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറവാണ്. ആ പ്രശ്നം പരിഹരിച്ച് കുറച്ചുകൂടെ നമുക്ക് അഗ്രികൾച്ചർ മേഖലയിൽ നിന്ന് കൂടുതൽ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ അക്വാ കൾച്ചർ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ ഇറ്റ് ഹാസ് ഗോട്ട് എ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഫോർ ഇറ്റ്സ് ഗ്രോത്ത് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലേക്ക് വെച്ചേക്കാം. സോ ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്ന. ലാസ്റ്റ് നമ്മുടെ ഒരു MCQ ആണ്, മിനിമം സപ്പോർട്ട് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 സ്റ്റേറ്റ്മെന്റ് MCQ ആണ്. ഇത് കൃത്യമായിട്ട് വായിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ്. സോ ഇതിനകത്ത് ആൻസർ ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.